എന്താ അല്ല ജാനക്ക് എന്താ പെട്ടെന്ന് പട്ടം വേണം തോന്നി? ഇന്നലെ ഉണ്ടാക്കിയത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പട്ടം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. അങ്ങനെ നമ്മൾ പട്ടത്തിന്റെ വാണിയാറ പ്രവർത്തനത്തിലാണ്. ജാനോ നമുക്ക് പറപ്പിക്കേണ്ടത് പട്ടോ. പട്ടം ഉണ്ടാക്കാനായിട്ട് അപ്പം മെയിനായിട്ട് 2 കമ്പുകളാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ 2 കമ്പുകൾ അതിനായിട്ട് സംഘടിപ്പിച്ചു. ഒരു കമ്പ് സ്ട്രെയിറ്റ് ആയിട്ടും ഒരു കമ്പ് നമ്മൾ ഷേപ്പിലാണ് നമ്മളത് ഫിക്സ് ചെയ്യേണ്ടത്. അത് ശരിയായ രീതിയിൽ തന്നെ ഫിക്സിങ് ആയി കഴിഞ്ഞാൽ തന്നെ പട്ടം പറക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലല്ലോ. അത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ പേപ്പർ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ പട്ടം ഉണ്ടാക്കാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് കൂടി പറയാം. ഞങ്ങൾ 2 ദിവസം മുന്നേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, ഞാനും രാഹുലും അമ്മുവൊക്കെ കൂടിയിട്ട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീച്ചിൽ പിള്ളേരിങ്ങനെ പട്ടം പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര ആശ്ചര്യമുണ്ടെങ്കിൽ പട്ടം വേണം, പട്ടം പറപ്പിക്കണം എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയ വാശിയാണ്. അപ്പോൾ ഞാൻ സമാധാനപ്പെടുത്തി, പട്ടം ഞാൻ ഉണ്ടാക്കിത്തരാം, നാളെ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ വിളിക്കുകയാണ്, പട്ടം ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പട്ടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ജാനിക്കുട്ടി എന്തായാലും പഴയ കാലത്തേക്ക് നമ്മളൊക്കെ എല്ലാവരെയും ഒന്ന് ഈ പ്രായത്തിലുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അങ്ങനെ ആ ഒരു കാലഘട്ടം വീണ്ടും ആസ്വദിക്കാനുള്ളൊരു അവസരം കൂടിയാണല്ലോ ചെറുപ്പകാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ പട്ടെന്ന് മാത്രമല്ല, അവൾക്ക് വഞ്ചിയായിട്ടും പന്തായിട്ടും എയറോപ്ലെയിനായിട്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ പഴയ കാലത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിത്തല്ലോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ചിരുന്ന കാര്യങ്ങളല്ല അതൊക്കെ. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുള്ളവർക്ക് അതൊക്കെ വീണ്ടും സാധ്യമാവുള്ളൂ. നമ്മളുള്ള കുട്ടിത്തം വീണ്ടും പുറത്തെടുക്കാനുള്ള ഒരു അവസരം. ഈ ചെറുപ്പത്തിലൊക്കെ ഇതല്ലേ പരിപാടി, പട്ടം ഉണ്ടാക്കുക, എന്നിട്ട് കുട്ടാടൻപാടത്തേക്ക് ഓടുക, അവിടെ പറപ്പിക്കുക. അപ്പോൾ കൂട്ടുകാരായിട്ട് പറപ്പിക്കുന്ന സമയത്ത് ആരെ പട്ട കൂടുതൽ ഉയരത്തിൽ പറക്കുക എന്നുള്ളൊരു മത്സരമായിരിക്കും. അപ്പോൾ അതിൽ ചിലവരെ പട്ടം പൊട്ടി വീഴുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തല്ലുകൊട്ടവും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു നമ്മളാ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം ഇങ്ങനെ ഇത്തരത്തിലൂടെ നമുക്ക് വീണ്ടും ഒന്ന് ഓർമ്മയിലോട്ട് വരുത്താൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കും. അങ്ങനെയാണ് പട്ടത്തിനോട്ട് വരുന്നത്. അങ്ങനെ പട്ടത്തിൻ്റെ അവസാന സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നൂല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നൂല് കെട്ടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണമല്ലോ. 2 ആംഗിളായിട്ട് കറക്റ്റായിട്ട് ഒരേ സൈസിൽ നമ്മൾ നൂല് കെട്ടിയാൽ മാത്രമല്ലേ ശരിയായ രീതിയിൽ പട്ടം പറക്കുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ പട്ടം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പട്ടത്തിൻ്റെ പരിപാടി പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി പട്ടം പറപ്പിക്കലാണ്. അപ്പോൾ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സമയമായ കാരണം അത്യാവശ്യം നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് പട്ടം പറപ്പിക്കാം എന്ന് പറഞ്ഞ് ജാനുക്കുട്ടിയെ സമാധാനപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മൊത്തത്തിൽ പുറത്തൊക്കെ ഒന്ന് പോയി, പുറത്തൊരു വിശാലമായൊരു പാർക്കുണ്ട്, അവിടെ പോയിട്ട് പട്ടം പറത്തണം. അത് നെക്സ്റ്റ് വീഡിയോയിലാണ് പട്ടം പറത്തുന്നത് എങ്ങനെ എന്നുള്ളത്. അപ്പം നമ്മൾ പട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ എല്ലാവരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.